ഹലോ, വെൽക്കം ടു ഇംഗ്ലീഷ് വാവ്. മൈ നെയിം ഇസ് നിഷാദ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന 10 കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന 10 പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഗ്രാമറിനെ കുറിച്ചൊന്നും വല്ലാതെ വറിയിടാകാതെ എങ്ങനെയാണ് ഈ 10 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ എനിക്ക് കാറുണ്ട്, എനിക്ക് നല്ലൊരു വീടുണ്ട്, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ യൂസാണ് ഐ ഹാവ് എന്നുള്ളത്. എന്താണ് ഐ ഹാവ്? അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് ക്ലാസ് ഉണ്ട്, ഐ ഹാവ് ക്ലാസ് ടുഡേ. അപ്പോൾ നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ആ ഐ ഹാവ് എന്നുള്ളത് ഒരുമിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഐ എന്നുള്ള വേർഡ് സെപ്പറേറ്റ് ചെയ്ത് ഹാവ് എന്നുള്ളത് അതിൻ്റെ റൂളൊക്കെ വെച്ച് അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഐ ഹാവ് എന്നുള്ളത് ഒരുമിച്ച് പറയാം. ഐ ഹാവ് എന്താണുള്ളത് വെച്ചെങ്കിൽ അത് അതിനുശേഷം പറയാം. അപ്പോൾ ഐ ഹാവ് ക്ലാസ് ടുഡേ. ഓക്കെ, അപ്പോൾ എനിക്കുണ്ട് എന്ന് പറയാൻ ഐ ഹാവ്. ഇനി എനിക്കില്ല എന്ന് പറയാൻ എന്താണ്, ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ മതി. അതായത് ഹാവ് എന്ന് പറഞ്ഞതിൻ്റെ നെഗറ്റീവ്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് മണി, എൻ്റെ കയ്യിൽ പണമില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. എനിക്കുണ്ട്, എനിക്കില്ല. ഐ ഹാവ്, ഐ ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ് മണി, എൻ്റെ കയ്യിൽ പണമില്ല. അടുത്തത് എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മളെങ്ങനെ പറയാം? ഐ ഹാഡ് എന്നാണ് പറയാം. എന്താ പറയുക? ഐ ഹാഡ്. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഐ ഹാഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഐ ഹാഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്താ പറയുക? ഐ ഹാഡ് എന്നാണ് പറയുക. ആദ്യം പറഞ്ഞത് ഐ ഹാവ്, എനിക്കുണ്ട്. രണ്ടാമത് പറഞ്ഞത് എനിക്കില്ല, ഐ ഡോണ്ട് ഹാവ് അല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ല. മൂന്നാമത് പറഞ്ഞത് എന്താണ്? ഐ ഹാഡ്, എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഞാൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഐ വാസ് ബിസി യെസ്റ്റർഡേ ഈവനിങ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഐ വാസ് ആണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഞാനായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താ പറയുക? ഐ വാസ് എന്നുള്ളതാണ് പറയാം. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ബിസി ആയിരുന്നു, ഐ വാസ് ബിസി യെസ്റ്റർഡേ ഈവനിങ്. എനിക്കുണ്ട് എന്ന് പറയാൻ ഐ ഹാവ്, എനിക്കില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ്, എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ്, ഞാനായിരുന്നു എന്ന് പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഞാനായിരുന്നു ഐ വാസ് എന്നാ പറയാം. ഓക്കെ, ഞാനായിരുന്നു, ഞാൻ ബിസി ആയിരുന്നു, ഐ വാസ് ബിസി യെസ്റ്റർഡേ ഈവനിങ്. ഓക്കെ,